ഇപ്പോൾ അപകടം സംഭവിച്ചു. ആ സംഭവിച്ച ശേഷം ഒരുപാട് കണ്ടെയ്നറുകൾ ഒഴുകി വന്നു. പക്ഷേ നാട്ടിൽ പരക്കുന്ന കഥകൾ വളരെ വളരെ ഇനി മത്സ്യം കഴിക്കാനേ പറ്റില്ല, മത്സ്യം കഴിച്ചാൽ ചത്തുപോകും, മത്സ്യം കഴിച്ചാൽ ഇല്ലാതായിപ്പോവും. ഇനി മത്സ്യം കഴിക്കാൻ അത് ആകെയുള്ള ഒരു വരുമാനമാകെ മത്സ്യത്തൊഴിലാളിക്ക് ഈ മത്സ്യബന്ധനം മാത്രമാണ്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ KC വേണുഗോപാൽ ചെയ്തത്. പക്ഷേ അത് ഈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹം ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ വളരെ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് മത്സ്യബന്ധനം ഇപ്പോൾ കഴിക്കാൻ പാടില്ല, ആൾ മരിച്ചു വിവിധ രോഗങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ്. അത് മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും കനത്ത ആഹ്ലാദം തന്നെയാണ്. കാരണം അവരും മരണത്തോട് മല്ലിട്ടിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് തന്നെ. കടലിൽ പോയി നിന്ന് തിരിച്ചു വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ആ മാതിരിയുള്ളൊരു ഫൈറ്റ് ചെയ്ത് അവർ മീൻ പിടിച്ച് ഉപജീവനമാർഗം നടത്തുന്നുണ്ട്. ധാരാളം മീൻ കറികൾ കഴിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ ആരോ കുപ്രചാരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി അവിടെ വന്ന് അവരോടൊപ്പം വന്ന് മീൻ കഴിച്ചത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിയാൽ വളരെ നല്ല കാര്യം. അതുകൊണ്ട് ഇതൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആരും പ്രചരിപ്പിക്കാതിരിക്കുക, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ കാര്യം. അത് ഇലക്ഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും ഇപ്പോൾ വളരെയധികം ആഹ്ലാദം തന്നെയാണ്. ഈ തെറ്റായ വ്യാജ വാർത്തകളൊന്നും പ്രചരിപ്പിക്കരുത്.